അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا. سبحان الله بكرة وأصيلا. لا إله إلا الله والله أكبر. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافي مزيدا. الحمد لله على كل حال ونعوذ بك من حال أهل النار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا رسول الله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച കൂടലിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ 29 ദിവസങ്ങളിലെ നോമ്പ് ഒരുമിച്ച് ഈ വർഷത്തെ ഈദുൽ ഫിത്തറിനെ നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹൃദ്യവും സ്നേഹോഷ്മളവും ആയ ഈദിൻ്റെ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളുമൊക്കെ അറിയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാത്തി ദുആൽ ഇഫ്തിതാഹിൽ അങ്ങനെയാണ് നമ്മളൊക്കെ പറയാറുള്ളത്. എൻ്റെ നമസ്കാരവും എൻ്റെ ത്യാഗപരിശ്രമങ്ങളും ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്. ജീവിതത്തിലും മരണത്തിലും പ്രാർത്ഥനകളിലും അനുഷ്ഠാനങ്ങളിലും ത്യാഗങ്ങളിലും ബലികർമ്മങ്ങളിലും നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയതും വലിയതുമായ സകല കാര്യങ്ങളിലും
അള്ളാഹുവിൻ്റെ മാത്രം വിധിവിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം, പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു, വസയ്യത്ത് ചെയ്യുന്നു. 2 പെരുന്നാളുകളിലും തക്ബീറാണ് ഗംഭീരമായി നമ്മൾ മുഴക്കാറുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അത്ര ആഴത്തിൽ ഈ തക്ബീറിനെ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെറിയ ഒരു പരിശോധന നമ്മളൊക്കെ നിർവഹിക്കണം. നമുക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ കയ്യിലെടുത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ സ്വലാഹ്, ഹയ്യ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ കുട്ടി ആദ്യം കേൾക്കേണ്ട വാക്ക് അല്ലാഹു അക്ബർ എന്നായിരിക്കണം എന്നാണ്. പിന്നീട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ സ്വലാഹ്, ഹയ്യ ഫലാഹ്. നമ്മുടെ കുട്ടിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു മനുഷ്യ സമൂഹത്തിൽ, ലോകത്ത് ഉണ്ടാവേണ്ട അനിവാര്യമായ ഗുണങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ആ ഒരു ബാങ്കിലൂടെ നമ്മുടെ കുട്ടിയുടെ ചെവികളിൽ നമ്മൾ എത്തിക്കുന്നത്. കുട്ടിയോട് നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാകുന്നു, ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു മറപുറം ആലോചിക്കുക. വലിയവരാകാൻ പലരും ഇവിടെ കാത്തിരിക്കുകയാണ്. ട്രംപ് മുതൽ അങ്ങനെ നിങ്ങൾക്ക് ആരെയും ആലോചിക്കാം. രാഷ്ട്രീയത്തിൽ, മതത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ, സമ്പത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ശാസ്ത്രത്തിൽ, സദാചാരത്തിൽ, കലയിൽ, മനുഷ്യജീവിതത്തിൻ്റെ വൈവിധ്യമുള്ള മേഖലകളിലൊക്കെ തന്നെയും സ്വയം വലിയവരാവുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇലാഹുകളാകാൻ ആഗ്രഹിക്കുന്ന വമ്പന്മാർ. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു പശു വന്നിട്ട് ഞാൻ ദൈവമാണ് എന്ന് നമ്മളോട് പറയില്ല. ഒരു പന്നി വന്നിട്ട് ഞാൻ ദൈവമാണ് എന്ന് നമ്മളോട് പറയില്ല. ഒരു പാമ്പ് വന്നിട്ട് ഞാൻ ദൈവമാണ്, ഇലാഹാണ് എന്ന് നമ്മളോട് പറയില്ല. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുതൽ ഈ പ്രപഞ്ചത്തിലെ ഒരു പരമാണുവും ഞാനാണ് ഇലാഹ്, എന്നെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന്, ആദരിക്കണമെന്ന്, ആരാധിക്കണമെന്ന്, അംഗീകരിക്കണമെന്ന്, അനുസരിക്കണമെന്ന്, അടിമപ്പെടണമെന്ന് ലോകത്തിലെ ഒരു സ്പീഷീസും, ഒരു ജീവനുള്ള വസ്തുവും ജീവനില്ലാത്ത വസ്തുവും നമ്മളോട് പറയില്ല. ഇലാഹാകാൻ കഴിവുള്ളത് 2 വിഭാഗത്തിന് മാത്രമാണ്. ആരാധനയും അടിമത്തവും അനുസരണവും അംഗീകാരണവും വിധേയത്വവും എല്ലാം ചോദിച്ച് നിർബന്ധിതമായി നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ളത് മനുഷ്യൻ മാത്രമാണ്. മതത്തിൻ്റെ ചെലവിൽ, രാഷ്ട്രീയത്തിൻ്റെ ചെലവിൽ, സമ്പത്തിൻ്റെ ചെലവിൽ, അധികാരത്തിൻ്റെ ചെലവിൽ, ആത്മീയതയുടെ ചെലവിൽ, ശാസ്ത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ചെലവിൽ സ്വയം വലിയവരായി പലരും എഴുന്നേറ്റ് നിന്ന് വരും. എൻ്റെ കുഞ്ഞെ, ആ സമയത്ത് നീ അവർക്ക് വിധേയപ്പെടുന്നതിന് പകരം നീ പറയണം അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാകുന്നു. ജീവിതത്തിൽ പ്രവാചകന്മാരുടെ പ്രളയമാണ് പുതിയ കാലത്തും പഴയ കാലത്തും. വ്യാജ പ്രവാചകന്മാർ ജീവിതത്തിൻ്റെ വൈവിധ്യമുള്ള മേഖലകളിലൊക്കെ തന്നെയും കൃത്രിമത്വത്തിൻ്റെയും കാപട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കാടത്വം എന്ന് പറയാൻ പറ്റില്ല. കാട്ടിൽ അനീതിയില്ല, അക്രമങ്ങളില്ല, സാമൂഹിക വ്യവസ്ഥ വളരെ ഭദ്രമാണ്. മനുഷ്യജീവിതത്തിലൊഴികെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും മനുഷ്യൻ മാത്രമാണ് സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്, അതിരുകളെ ഭേദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ താവൂത്താണ് എന്ന് ഖുർആൻ പറയുന്നത്. പ്രപഞ്ചത്തിലെ ഒരു ജീവജാലവും താവൂത്താവില്ല. അതിരുകൾ ലംഘിക്കാൻ അവർക്ക് സാധ്യമല്ല.
അക്രമം പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിരുവിട്ട അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ള രണ്ട് സ്പീഷീസുകളെ ലോകത്തുള്ളൂ. അത് മനുഷ്യനും ജിന്ന് വർഗവുമാണ്. മനുഷ്യൻ എല്ലാ അതിരുകളും ലംഘിക്കും. മതത്തിൽ, രാഷ്ട്രീയത്തിൽ, സമ്പത്തിൽ, കലയിൽ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ തിരിച്ചറിയാനാണ് ഞാനതെങ്ങനെ പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും അതിരുകൾ ലംഘിച്ച് കൃത്രിമ പരിഹാരങ്ങളും കാപട്യങ്ങളും അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അന്താരാഷ്ട്ര ശക്തികൾ മുതൽ നമ്മുടെ നാട്ടിലെ ചില്ലറക്കാരനടക്കം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കില്ല. ഞങ്ങളുടെ മാർഗദർശി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചരിത്രത്തിലെ വേറെ ഒരു മാർഗത്തെയും മതത്തിലാവട്ടെ, രാഷ്ട്രീയത്തിലാവട്ടെ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാവട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒന്നിനെയും വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ കേൾപ്പിക്കണം. ഹയ്യാല സ്വലാഹ്. നിങ്ങൾ പലയിടങ്ങളിലേക്കും പായുന്നതിന് പകരം, പലതിലേക്കും ചിതറിപ്പോകുന്നതിന് പകരം, പലതിനു വേണ്ടിയും നിങ്ങൾ വിഭജിക്കപ്പെടുന്നതിന് പകരം നിങ്ങൾ സ്വലാത്തിന് വേണ്ടി വരുവിൻ. വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഉണർത്തുന്നു. ഇന്നലെ ഇശാ ജമാഅത്ത് കിട്ടിയവർ എത്ര ഇതിലുണ്ടാകും എന്നുള്ളത് ചിലപ്പോൾ സംശയകരമായിരിക്കും. എൻ്റെ ഉമ്മമാരുണ്ട് ഇവിടെ, എൻ്റെ സഹോദരിമാരുണ്ട് ഇവിടെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് ഇവിടെ. ഞാൻ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളോട് പറയുന്നു, റമളാനിനെ ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ റമളാനിൻ്റെ മുമ്പ് 3 കാര്യങ്ങളുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇഖാമത്തിസ് സ്വലാ ഈതാഇസ് സക്കാ സൗമി റമളാൻ ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. മുസ്ലിം ഉമ്മത്ത് ഈ 5 വളരെ കാര്യമായി പരിഗണിക്കുന്നത് റമളാനിനെ മാത്രമാണ്. പിന്നെ ഹജ്ജും മാത്രമാണ്. അതിൻ്റെ മുകളിലുള്ള 3 കാര്യങ്ങളിലും കൃത്യതയും വ്യക്തതയും അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ പൂർണ്ണതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ മുസ്ലിം ഉമ്മത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ വ്യക്തികൾ, അതിൻ്റെ കുടുംബങ്ങൾ, അതിൻ്റെ സംഘടനകൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ അന്താരാഷ്ട്ര രാഷ്ട്ര സംവിധാനങ്ങൾ എല്ലാറ്റിനെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റമളാൻ കെങ്കേമമാണ്. റമളാൻ ഒരു കാർണിവൽ മോഡിൽ വളരെ മനോഹരമായ സ്വഭാവത്തിൽ. അൽഹംദുലില്ലാഹ്, അങ്ങനെയും അതില്ലായിരുന്നെങ്കിൽ നമുക്ക് വിഷമമാകുമായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നായ റമളാനിനെയും നമ്മൾ ചവിട്ടിമെതിച്ചിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ റമളാനിൻ്റെ തൊട്ട് മുമ്പിലുള്ള സക്കാത്ത്, സാമ്പത്തിക വിശുദ്ധി, വ്യക്തിയുടെ സാമ്പത്തിക വിശുദ്ധി, സംഘടനകളുടെ സാമ്പത്തിക വിശുദ്ധി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാമ്പത്തിക വിശുദ്ധി, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വിശുദ്ധി, ലോക സമ്പദ്ഘടനയുടെ സാമ്പത്തിക വിശുദ്ധി. സക്കാത്തില്ല. ഊഹക്കച്ചവടവും പലിശയും കൂട്ടിക്കൊടുപ്പും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമൊക്കെയായി അന്താരാഷ്ട്ര മാർക്കറ്റുകൾ മുതൽ ചില്ലറ വ്യക്തികളടക്കം സാമ്പത്തിക ചൂഷണത്തിൻ്റെ അകത്തളങ്ങളിൽ മുസ്ലിം അന്താരാഷ്ട്ര സംവിധാനങ്ങളിൽ മുതൽ നമ്മളടക്കം കാശുണ്ടാക്കുന്നിടത്ത് അമിനൽ ഹലാൽ അമിനൽ ഹറാം യഅതി സമാനുൻ അലാ ഉമ്മത്തി. ഒരു കാലഘട്ടം വരും കാശിൻ്റെ പ്രശ്നത്തിൽ പിന്നെ അല്ലാഹുവില്ല. എങ്ങനെയും പണം ഉണ്ടാക്കാം. പള്ളിക്ക് കൊടുത്താൽ മതി, സംഘടനകൾക്ക് കൊടുത്താൽ മതി, പാരാപ്ലീജിയ രോഗികൾക്ക് കൊടുത്താൽ മതി, കാശ് നിങ്ങൾ ദാനം ചെയ്ത് വാരി വിതറിയാൽ മതി. ക്ലബ്ബുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ആത്മീയ പ്രകടനങ്ങൾക്കുമൊക്കെ കാശ് കൊടുത്താൽ നിങ്ങൾ സമ്പാദിച്ച സമ്പത്തിൻ്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാബോധത്തിൽ സാമ്പത്തിക വിശുദ്ധിയില്ലാത്ത രാഷ്ട്രങ്ങൾ മുതൽ വ്യക്തികളടക്കം രൂപപ്പെടുന്നിടത്ത് സക്കാത്ത് വളരെ ഗൗരവതരമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ, അതിൻ്റെ തൊട്ടു മുമ്പിൽ നമസ്കാരമാണുള്ളത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇന്നലത്തെ ഇശാ നമസ്കാരം ജമാഅത്ത് കിട്ടിയവർ, ഇന്നത്തെ സുബഹി ജമാഅത്ത് കിട്ടിയവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിൽ എത്ര പേരുണ്ടാകും? RSSനെ നമ്മൾ തോൽപ്പിക്കുമോ? അമേരിക്കയെ നമ്മൾ അതിജീവിക്കുമോ? സംഘപരിവാരത്തിനോട് മൂക്കിന് മൂക്ക് നെഞ്ചോട് നെഞ്ച് നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഒരൊറ്റ അടയാളം നോക്കിയാൽ മതി. നിങ്ങളുടെ സുബഹി നമസ്കാരം മാത്രം എടുക്കുക. സംഘടനകൾ മാറി നിൽക്കുക, അതാ നമ്മുടെ സംവിധാനങ്ങൾ മാറി നിൽക്കുക. വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങളുടെ വീട്ടിൽ സുബഹി നമസ്കാരത്തിന് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് നമസ്കാരത്തിന് ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും അളവുകോലാണ്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന
കിതാബൻ മൗഖൂത. ഇതൊരു ടൈം ടേബിളാണ്, ഇതൊരു ചട്ടക്കൂടാണ്, ഇതൊരു ഫ്രെയിമാണ്, ഇത് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ്. ഇതിനെ പൂർത്തീകരിച്ചവന് മാത്രമേ കരുണാവാരിധിയായ അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വളരെ അപൂർവം സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിവേദനങ്ങൾ രണ്ടുണ്ട്, കണ്ടെന്നും കണ്ടില്ല എന്നും. ഏതാണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ പലതും ചോദിക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു അങ്ങോട്ട് പറഞ്ഞ വർത്തമാനങ്ങളിൽ പ്രധാനപ്പെട്ടത് മൂസ ഹഖിമി സ്വലാത്ത ലിദിക്രി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി, എന്നെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, എന്നെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, എനിക്ക് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടി. ദിക്ർ എന്ന പദത്തിന്റെ വിശുദ്ധ ഖുർആനിലെ പൂർണ്ണമായ പ്രയോഗങ്ങളാണിത്. നീ നമസ്കാരത്തെ മുറുകെ പിടിക്കുക. ഒരു മനുഷ്യനോട് അള്ളാഹു സംസാരിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു നൽകിയ അങ്ങ് സിദ്റത്തുൽ മുൻതഹായിൽ ആകാശലോകത്തിന്റെ അതിരുകൾ ഭേദിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ മൂസാ നബി പ്രവാചകനോട് ചോദിക്കുന്നു, മിസ്റ്റർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് തന്നു റബ്ബ് നിനക്ക്? എന്താണ് നിനക്ക് ഉപഹാരമായി തന്നത്? എന്താണ് നിനക്ക് സമ്മാനമായി തന്നത്? ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കാണാനുള്ള കണ്ണും സംസാരിക്കാനുള്ള നാക്കും ചുണ്ടും കയ്യും കാലും അതുപോലെ തന്നെ ഈ ഭൂമിയിലെ സർവ്വതും നിനക്ക് തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അപ്പുറമുള്ള ചോദ്യമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് വെച്ച് അള്ളാഹുവുമായിട്ട് മുനാജാത്ത് കഴിഞ്ഞിരുന്നു കടന്നു വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൂസാ നബി ചോദിച്ചപ്പോൾ 50 വക്ത് നമസ്കാരം, അതാണ് എനിക്ക് അള്ളാഹു സമ്മാനമായി തന്നിട്ടുള്ളത്. മൂസാ കൊടുങ്ങും കേട്ടോ, മുഹമ്മദേ ഇടങ്ങാറാവും. ഈ 50 വക്തൊന്നും എനിക്കറിയാം എൻ്റെ ടീം എന്താണ് എന്നുള്ളത്. നീ അതുമായിട്ട് അവിടേക്ക് ഇറങ്ങി ചെന്നാൽ അവരതുകൊണ്ട് കളിക്കും. തമാശക്ക് പറയാം, നമുക്ക് 5 നമസ്കാരങ്ങളുണ്ട്. മോഡി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സൂര്യ നമസ്കാരം കൂടി നിർബന്ധമാക്കി. അന്ന് നമ്മൾ രസകരമായി നമ്മുടെ ആളുകൾ പറഞ്ഞു, ഉള്ള 5 തന്നെ കൊണ്ട് നടക്കാൻ വയ്യ, പിന്നെ 6ാമത്തെ ഒരു നമസ്കാരം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് പണിയാണ് നിങ്ങൾ ഈ സമുദായത്തിനോട് ചെയ്യും? വേറെ എന്ത് വേണമെങ്കിലും കൂടെ പറഞ്ഞു, പക്ഷെ 6ാമത്തെ ഒരു നമസ്കാരം ഞങ്ങളോട് പറയരുത്. തമാശക്ക് വിടാം. സംഘപരിവാർ സയണിസത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നെടുകെ പിളർന്ന് ഈ രാജ്യത്തിനെ അടക്കം വിഭജിച്ച് വർത്തമാനകാലത്ത് അതിൻ്റെ അകത്തടങ്ങളെ മുഴുവൻ NRCയും CAAയും ഒക്കെയായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗുജറാത്തിൽ 65 ലക്ഷമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. മധ്യപ്രദേശിൽ 55 ലക്ഷമാണ്. കൊച്ചു കേരളത്തിൽ 9.5 ലക്ഷമാണ്. ഞാൻ പറയുന്നു, ഈ NRCൻ്റെ ലിസ്റ്റ് കേരളത്തിൽ വന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഈയും ഏട്ടത്തിയും അതുപോലെ തന്നെ വാപ്പി ഇമ്മി ഉണ്ടോയെന്ന് അതിൽ നോക്കിക്കോ. നമ്മൾ 4 ആളുണ്ടോ, തട്ടാനും കെട്ടിയോളും കുട്ടികളും ഉണ്ടോ നോക്കിയാൽ മതി. നമ്മൾ 4 പേരുണ്ടോ? അപ്പം മോള് പറഞ്ഞുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമായി. ഇനിയിപ്പോൾ എന്താ എനിക്ക് പ്രശ്നമോ? ഞാൻ പൗരനാണ്. മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും എനിക്ക് പൗരത്വം നൽകിയിരിക്കുന്നു. ഓശാരമായി, അവരുടെ ഔദാര്യമായി ഭയത്തിൻ്റെയും നിസ്സഹായതയുടെയും നിന്ദയുടെയും ആഴങ്ങളിൽ കിടത്തി മോഹൻ ഭാഗവതും നമ്മുടെ നരേന്ദ്രമോദിയും അടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ പൗരത്വവും ഞങ്ങളുടെ ദേശവും നിങ്ങൾ ഉദാരമായി നൽകിയതല്ല എന്ന്. പോകട്ടെ, ഞാൻ അതിൻ്റെ മറുപടി പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ നിങ്ങൾ? ലീസ്റ്റിൽ നിന്ന് പുറത്തു പോയവർ അവൻ ആരായിരിക്കും? കേരളത്തിലെ 8.5 ലക്ഷം, മധ്യപ്രദേശിലും ബീഹാറിലും ബംഗാളിലുമായി പൗരത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്യപ്പെട്ടവൻ മനുഷ്യനാണോ? അവന് ജീവിക്കാൻ അധികാരമുണ്ടോ? അവൻ എവിടുത്തെ പൗരനായിരിക്കും? ആരാണ് അവനെ സ്വീകരിക്കാൻ പോകുന്നത്? സംഘപരിവാർ എന്താണ് അവന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത്? ഇന്നലെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറുകളിലിട്ട് പൗരന്മാരെ കൊണ്ടുപോയി വേവിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ സംഘപരിവാർ പുതിയ സ്വഭാവത്തിലും ഭാവത്തിലും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് സെമിത്തേരിയിൽ കൊണ്ട് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാപട്യങ്ങളും കള്ളത്തരങ്ങളും നെയ്തെടുക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയണം. ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇന്ത്യയിലെ പിണറായിക്കും VT സതീശനൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ നിന്ന് പുറത്തു പോയാലും. കാരണം അവർക്ക് പൗരത്വം കൊടുക്കുന്നതാണ് NRC. പക്ഷേ മമ്മൂട്ടിക്കും ഷാറൂഖ് ഖാനും പൗരത്വം പോയാൽ ആ പൗരത്വം കൊടുക്കാൻ വകുപ്പില്ല ഇവിടെ. അതാണ് NRCയും CAAയും ഇപ്പോൾ വന്നിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റും. ഞാൻ പറയുന്നത് തമാശക്കുള്ള നോമ്പും അല്ലറ ചില്ലറ അനുഷ്ഠാനങ്ങളുമായി കാര്യങ്ങളെ അഭിമുഖീകരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ആസാമിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. വാപ്പാക്ക് പൗരത്വമുണ്ട്, ഉമ്മാക്ക് പൗരത്വമില്ലപ്പോൾ. മക്കൾക്ക് പൗരത്വമുണ്ട്, വാപ്പാക്കും ഉമ്മാക്കും പൗരത്വമില്ല. തടങ്കൽ പാളയങ്ങളിലേക്ക് നിങ്ങൾ ആലോചിക്കുക. നാളെ നിങ്ങളുടെ സംഘപരിവാറിൻ്റെ വാഹനങ്ങൾ അതിൻ്റെ രഹസ്യാന്വേഷണ
ഏജൻസികൾ, RSS അടക്കമുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അപകടകരമായ കളികളുമായി നിങ്ങൾ ലീസ്റ്റിലില്ലാത്തവരാണ്. ഇവനെ നാട് കടത്തണം, എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ, എൻ്റെ മകളെ ലീസ്റ്റിലില്ല എന്ന് പറഞ്ഞ് ലക്ഷോപലക്ഷം ഇന്ത്യയുടെ അകത്തടങ്ങളിൽ കണ്ണീരിൻ്റെയും ദുരന്തങ്ങളുടെയും കാത്തിരിപ്പിന് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹയ്യാല സ്വലാ, വരൂ നിങ്ങൾ നമസ്കരിക്കാൻ വരൂ. നിങ്ങൾക്ക് ബാബരി മസ്ജിദ് സങ്കടമല്ലേ? ഞാൻ പറയുന്നു, ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് അവിടെ. കഴിഞ്ഞ 27 രാവിന്, കഴിഞ്ഞ വെള്ളിയാഴ്ചകൾ, 27 രാവല്ല, ഒറ്റയിട്ട രാവുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ജുമായില്ല അവിടെ. ഇസ്രായേൽ തടഞ്ഞിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ മധ്യപൗരസ്ത്യ ദേശത്തെ പ്രശ്നങ്ങളിൽ, ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളിൽ മൂന്ന് ഹറമുകളിലൊന്നായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ചരിത്ര നാഗരികതകളുടെ മുഴുവൻ നായകന്മാരായിട്ടുള്ള മഹാപ്രവാചകന്മാരുടെ സംഗമഭൂമിയായ ആ മസ്ജിദുൽ അഖ്സ, സിയോണിസം, സയഡിസം, ആ ഇസ്രായേൽ ഇന്ന് നടക്കുന്നുണ്ടോയെന്നറിയില്ല. അറിയോ നിങ്ങൾ? ആ ബൈത്തുൽ മുഖദ്ദസ്, ബാബരി മസ്ജിദ്, എത്രമാത്രം സങ്കടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു ആ ഭാഗം. പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ തിരിച്ചെടുക്കുക, നിങ്ങളുടെ നമസ്കാരത്തെ നിങ്ങൾ വീണ്ടെടുക്കുക. സുബഹി നഷ്ടപ്പെടുത്തുന്ന മുസ്ലിം വാഖിമി സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈലി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. 5 നേരത്തെ നമസ്കാരങ്ങൾ, അതിൽ സുബഹി നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നിനക്ക് നിന്റെ പാർട്ടിയും സംഘടനയും നേതാവും കുടുംബവും സമ്പത്തും അനുയായികളുമൊന്നും ഫലം ചെയ്യാത്തൊരു ഘട്ടത്തിൽ 3 കെട്ടും കെട്ടി അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചു യാത്രയിൽ, ഖബറിലേക്ക്, ബർസഖിലേക്ക്, മഹ്ശറയിലേക്കുള്ള നിന്റെ പ്രയാണത്തിൽ ഏകാഗിയായി, ഒറ്റയാനായി, പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഖുർആൻ യാ അയ്യുഹൽ ഇൻസാൻ കുല്ലു നഫ്സിൻ, എടോ മിസ്റ്റർ പിണറായി നീ മരിക്കും, നരേന്ദ്രമോദി നീ മരിക്കും, ട്രംപേ നീ മരിക്കും, എടോ മമ്മൂട്ടിയെ, മോഹൻലാലെ നീ മരിക്കും. വ്യക്തിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. കുല്ലു നഫ്സിൻ, മിസ്റ്റർ സലീം നീയും മരിക്കടോ. അതുകൊണ്ട് എൻ്റെ സംഘടന, എൻ്റെ പാർട്ടി, എൻ്റെ അധികാരം, എൻ്റെ പദവി, എൻ്റെ സമ്പത്ത് ഇതൊന്നും ഗുണം ചെയ്യാത്ത, നിനക്കതുപയോഗിച്ച് നിന്റെ നീക്കുപോക്കുകൾ നടത്താൻ കഴിയാത്ത ഗംഭീരമായ, ഗുരുതരമായ ഒരു ലോകത്തിലേക്കുള്ള പ്രയാണത്തിൽ നാളെ മഹ്ശറയിൽ വിരലുകടിച്ച് സ്വയം വിഷണ്ണനായി പരവശതകളുടെ സമുദ്രങ്ങളിലേക്ക് ആണ്ടുപൂണ്ട് വീണിറങ്ങി നഷ്ടത്തിൻ്റെയും നിസ്സഹായതകളുടെയും സങ്കടങ്ങളിൽ നീ ഉടറുമ്പോൾ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, സുബഹിയിലെ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നിനക്ക് സാക്ഷിയാടണോ? അത് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും സുബഹിക്ക് പള്ളിയിൽ വന്നവൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് നമസ്കാരം മുറുകെ പിടിക്കുക. എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉപ്പ പള്ളിയിൽ ജമാഅത്തിന് പോകാറുണ്ടോ? നിങ്ങളുടെ ഇണകൾ പോകാറുണ്ടോ? നിങ്ങളുടെ മക്കൾ പോകാറുണ്ടോ? ഈ റമദാനിനെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇതാ റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ എവിടെ എത്തി എന്നുള്ള സൂക്ഷ്മമായ പരിശോധനകൾ നിർവഹിച്ചുകൊണ്ട് റമദാനിലൂടെ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ വീണ്ടെടുപ്പ്, അതിൻ്റെ മനോഹരമായ നവോത്ഥാനങ്ങളിലേക്കും ചരിത്രത്തിലേക്കും പോകാനുള്ള അതിൻ്റെ കരുത്തിനെ തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് റമദാൻ എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റമദാൻ വിട പറഞ്ഞു. ഈമാനും ഇഖ്ലാസും ഒക്കെ ഉള്ളവന് ഏത് കോമാ സ്റ്റേജിൽ കിടക്കുന്നവനും ഒന്ന് ഇളകുന്നതാണ് റമദാൻ. അങ്ങനെ ഉണ്ടല്ലോ. അല്ലാത്തപ്പൊന്നും വിളിച്ചാൽ കിട്ടാത്തവനും പള്ളിയിലേക്ക് വന്നു, ജുമുഅയിൽ പങ്കെടുത്തു, പല കാര്യങ്ങളിലും പങ്കാളിയായി, ആൾക്ക് ജീവനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് റമദാനിൻ്റെ ഘട്ടങ്ങളിലാണ്. പലതും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് ഈ റമദാനിൽ, പലതും വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തൗബയുടെ, ഇസ്തിഗ്ഫാറിൻ്റെ, അതുപോലെ തന്നെ അഫുവിൻ്റെ, കരഞ്ഞും കണ്ണീരിൽ കുളിച്ചും കരളിനെ വിറപ്പിച്ചും മസ്തിഷ്കത്തെ രോമാഞ്ചമണിയിച്ചും ചിന്തകളിലും വികാരങ്ങളിലുമൊക്കെ അള്ളാഹുവിലേക്ക് ആഴത്തിൽ തീർത്ഥയാത്ര നടത്തി നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള മനോഹരമായ ഒരു സംഗമം. ഇണയുമൊത്ത സംഘമല്ല, മക്കളുമൊത്ത സംഗമമല്ല, രക്ഷാകർത്താക്കളുമൊത്ത സംഗമമല്ല, നമ്മുടെ പാർട്ടികളും സംഘടനകളോടുമുള്ള സംഗമമല്ല, ഉദ്യോഗത്തോടും പദവിയോടുമുള്ള സംഭവമല്ല. എൻ്റെ സൃഷ്ടാവായ, എൻ്റെ ഉടമസ്ഥനായ, ഞാൻ ജനിക്കുന്നതിൻ്റെ കാരണക്കാരനായിട്ടുള്ള, എൻ്റെ എല്ലാമായിട്ടുള്ള എൻ്റെ റബ്ബിൻ്റെ കൂടെ വളരെ മനോഹരമായി ഞാൻ കഴിച്ചുകൂട്ടി. ആ റമദാൻ
ഖുർആനിൻ്റെ ഉമ്മയാണ്. ഖുർആനാണ് നിങ്ങൾക്ക് നിക്ഷേപിച്ച് തന്നത്. നിങ്ങളുടെ ഇണ വേർപിരിഞ്ഞാൽ, നിങ്ങളുടെ ഉമ്മ വേർപിരിഞ്ഞാൽ, നിങ്ങൾ വേർപിരിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് റമദാനിനെ എങ്ങനെയാണ് സങ്കടം തീർക്കുക. ഇതാ റമദാൻ അതിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സമ്മാനമാണ് നമ്മളിൽ നിക്ഷേപിച്ചു പോയത്. വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുക, കണ്ണിനത് നൽകുക, ചുണ്ടിലും നാവിലും അതിനെ നിറക്കുക, മസ്തിഷ്കത്തിലും മനസ്സിലും ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെ കടന്നു പോവുക. അത് നിങ്ങളെ വിറപ്പിക്കും, അത് നിങ്ങളെ രോമാഞ്ചമണിയിക്കും, അത് നിങ്ങളെ കരുത്തനാക്കും. മരുഭൂമിയിലേക്കും പർവ്വതങ്ങളിലേക്കും കടലുകളിലേക്കും ആഘോഷങ്ങളിലേക്കും അനന്തമായ അതിരുകളില്ലാത്ത ലോകത്തേക്ക് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബെ കിറാമിനെ നയിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. റമദാനിൻ്റെ നൊസ്റ്റാൾജിയ, റമദാനിൻ്റെ സങ്കടം നിങ്ങൾ തീർക്കേണ്ടത്. നിങ്ങളുടെ പെണ്ണ് മരിച്ചാൽ നിങ്ങൾ എങ്ങനെ സങ്കടം തീർക്കുക? ഓക്കു എനിക്കുള്ള കുട്ടിയുണ്ട്, തടവിയും തലോടിയും പരിരക്ഷണ നൽകിയും പരിഗണിച്ചും ആ കുട്ടിയെ അവളോടുള്ള സ്നേഹം കൊണ്ട് ഇരട്ടി ആഴത്തിൽ നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് പോലെ വിട പറഞ്ഞ റമദാൻ ഇനി അടുത്ത ആയുസ്സിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അവസാനത്തെ റമദാൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ മിനിറ്റും സെക്കൻഡുകളും നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ റമദാനിനെ നമ്മളിൽ നിലനിർത്താനുള്ളത് ഈ ഖുർആൻ, വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ് വയുഖീമൂന സ്വലാ, ഈ ഖുർആനിനെ കടിച്ചു പിടിക്കുക, അണച്ചു പിടിക്കുക, അമർത്തി പിടിക്കുക, ആ ഖുർആനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ റമദാനിൻ്റെ സങ്കടം, വേർപിരിഞ്ഞ റമദാനിനോടുള്ള വേർപാടുകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ, അതിൻ്റെ ദുഃഖങ്ങൾ, അതിൻ്റെ നമ്മളിപ്പോൾ സന്തോഷത്തിലാണ്. കാരണം ഇനിയിപ്പോൾ ടൂർ പോകാൻ പോവുക. അള്ളാഹിൻ്റെ അടുത്തേക്ക് ടൂർ പോയിട്ട് റമദാൻ അള്ളാഹുവിലേക്കുള്ള സിയാറത്തായിരുന്നു, അവനിലേക്കുള്ള ടൂറായിരുന്നു, പ്രവാചകന്മാരിലേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള തീർത്ഥാടനമായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കെട്ടുപൊട്ടിക്കാൻ പോവുക നമ്മൾ, മാന്യതയില്ലാതെ. നാളെയും മറ്റന്നാളുമൊക്കെയായി സങ്കടങ്ങളും നൊമ്പരങ്ങളും വേർപാടുകളും കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യരിവിടെ ഉണ്ടായിരിക്കെ ആഘോഷത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഈ റമദാനിൻ്റെ സർവ്വഗുണങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ചവിട്ടിമതിക്കാൻ കഴിയുമാറ് എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ യുവാക്കളെ, എൻ്റെ കൗമാരമേ, സ്ക്രീനുകളിൽ നിന്നും ഈ കേവലമായ ടൂറുകളിൽ നിന്നും മോചനം നേടിയിട്ട് അള്ളാഹുവിനെയും അവൻ്റെ നിയമങ്ങളെയും കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സങ്കടപ്പെടുന്നവർ, നഷ്ടപ്പെട്ടവർ, വീടുപോയവർ, തകർന്നുപോയവർ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവണ്ണം കുഴഞ്ഞുപോയവർ കോടാനുകൂടി മനുഷ്യർ ലോകത്തുണ്ട്. ഇറാനുണ്ടതിൽ, ഗസയുണ്ടതിൽ, ഇന്ത്യയിൽ മോബ് ലിഞ്ചിങ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ ഖുർആനിനെ മുറുകെ പിടിച്ച് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾക്ക് മൂടിയെ സംഘപരിവാരത്തെ നേരിടാം. സംഘപരിവാർ നിഷേധ പ്രസ്ഥാനമാണത്, കപട പ്രസ്ഥാനമാണത്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അതിനെതിരെ ചിറകെട്ടണം. മുസ്ലിങ്ങൾക്കാണ് ഇനി അതിന് അവസരമുള്ളത്. അല്ലാത്തവരൊക്കെ അതിൻ്റെ മുമ്പിൽ തോറ്റ് സുല്ലിട്ട് വീണ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ വാപ്പയാണ് നോമ്പോയിട്ട് പ്രസംഗിച്ചത് അവിടുന്ന്. ഇസ്രായേൽ ആരാ? എൻ്റെ മാതൃരാജ്യം ഇന്ത്യയാണ്, എൻ്റെ പിതൃരാജ്യം ഇസ്രായേലാണ്. RSSൻ്റെ പിതാവ് സയണിസമാണ്. സയണിസത്തെ നിങ്ങൾ തിരിച്ചറിയണം. 18 ഫയലുകളുമായി തുണിയുരിഞ്ഞ പെൺകുട്ടി നമ്മുടെ പെൺകുട്ടികളെ പിച്ചി ചീന്തി 4 മുതൽ 14 വയസ്സ് വരെയുള്ള, അവിടെ മാത്രമൊന്നുമല്ല അവർ പിച്ചി ചീന്തിയിട്ടുള്ളത്. ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, നാക്കിലും നഖത്തിലുമൊക്കെ കളറ പുരട്ടി, ഇടുങ്ങിയ വേഷക്കെട്ട്, കീറിയ കുപ്പായക്കെട്ട്, ഭ്രാന്തി തലമുടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പെൺകുട്ടിയും ആൺകുട്ടിയും പോകുന്നുവെങ്കിൽ എഫ്സ്റ്റീൻ കുടുക്കിയിട്ടുള്ളത് ട്രംപിനെയും മോഡിയെയും മാത്രമല്ല, നമ്മുടെ കൗമാരത്തെ, നമ്മുടെ യുവത്വത്തെ, വളർന്നു വരുന്ന നമ്മുടെ ശൈശവത്തെ പോലും എഫ്സ്റ്റീൻ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അവന് ഇറാന് വേണം, അവന് സിറിയ വേണം, അവന് മക്ക വേണം, അവന് മദീന വേണം. അറിയോ നിങ്ങൾ, എഫ്സ്റ്റീന്റെ നാറിയ കവലയിൽ കഅബയുടെ കില്ലയടക്കം കീറിപ്പറിച്ചു കൊണ്ടുപോയി നശിച്ചവന്, ആ ശൈത്താന് സംഭാവന ചെയ്തിട്ടുള്ള സയനിസ്റ്റ് മുസ്ലിമീങ്ങൾ, സയനിസ്റ്റ് ക്രിസ്ത്യാനികൾ, സയനിസ്റ്റ് സംഘപരിവാർ, സയനിസ്റ്റ് ജൂതായിസത്തെ ചെറുക്കുക എന്നുള്ളത് വർത്തമാനകാല മനുഷ്യന്റെ മോചനവുമായി ബന്ധപ്പെട്ട്, നേർവഴി നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഖുർആനിന്റെ പാതയിലേക്ക് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ ഉത്തരവാദിത്തമാണ് ഈ റമദാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചു
പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാനിനെ, ഈ ഖുർആനിനെ, തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെയും ഭാവിയുടെയും നാളെ നമ്മൾക്ക് ഖബറിലും ബർസഖിലും മഹ്ശറിലും കാത്തിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കരുത്തു പകരുന്ന ഒരു റമദാനായി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, കാറ്റും കോളുമൊക്കെ അടങ്ങിയിരിക്കുന്നു, വെള്ളം താഴ്ന്നിറങ്ങിയിരിക്കുന്നു, വെയിൽ ചൂട് പോയിരിക്കുന്നു, കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു, നമ്മുടെ മനസ്സ് ശാന്തമാണ്, നമ്മുടെ മസ്തിഷ്കം വളരെ ശാന്തമാണ്, നമുക്ക് പ്രശ്നങ്ങളില്ല. RSS ഇളകട്ടെ, ഇസ്രായേൽ ഇളകട്ടെ, സംഘപരിവാരം ഇളകട്ടെ, നമ്മൾ ശാന്തമാണ്. വിഷയങ്ങളെ ശാന്തമായി സമീപിക്കാൻ, കരുത്തോടെ സമീപിക്കാൻ, ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ ഈ വിശുദ്ധ റമദാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട്, അല്ലാഹുവാണ് വലിയവൻ, ട്രംപിന് നീ പേടിക്കേണ്ടതില്ല, മോഡിയെ നീ പേടിക്കേണ്ടതില്ല, മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൈന്യത്തിൻ്റെയും മീഡിയയുടെയും തലപ്പത്തിരിക്കുന്ന ഒരുത്തരെയും നീ പേടിക്കേണ്ടതില്ല. അല്ലാഹുവാണ് വലിയവൻ. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, അവരെ ഒന്നും പേടിക്കേണ്ട, നീ എന്നെ പേടിക്കുക. കാരണം നിന്റെ അതോറിറ്റി ഞാനാണ്, ട്രംപിനെ അടക്കം ഞാനാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അൽഹംദുലില്ലാ. ഒരു കാര്യം കൂടി, നല്ലൊരു സംഗമമാണിത്. മുസ്ലിം ഐക്യത്തിൻ്റെ, മുസ്ലിം ഒരുമയുടെ വർത്തമാനകാലത്ത് നമ്മൾ സങ്കടത്തിലാണ്. ഇറാൻ ഇറാഖിനെ കണ്ടുകൂടാ, ഇറാഖിനെ ലിബിയയെ കണ്ടുകൂടാ, ലിബിയക്ക് ഈജിപ്തിനെ കണ്ടുകൂടാ, ഈജിപ്തിന് സുഡാനെ കണ്ടുകൂടാ, സുഡാനിലെ രണ്ടു കൂട്ടർക്ക് തമ്മിൽ കണ്ടുകൂടാ. ഭിന്നതയുടെ, ശൈഥില്യത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് തമാശക്ക് പറയുന്നവർ പറയുന്നത് ഐക്യമുള്ളത് ഭിന്നതയിലാണ്, ഭിന്നിക്കുന്ന വിഷയത്തിൽ അവരൊക്കെ ഒറ്റക്കെട്ടാണ്. അൽഹംദുലില്ലാ. ഇതിന് നേതൃത്വം നൽകുന്ന സംഘാടകരെ വളരെ ഹൃദ്യവും ആത്മാർത്ഥവുമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ ഛിദ്രീകരിച്ച്, ശിഥിലീകരിച്ച്, പോരടിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കയറി സകലതും കവർന്നെടുക്കാൻ. പക്ഷെ അല്ലാഹ് അതും വിളിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ. ഇന്നലെ നമ്മൾ പേടിച്ചത് ഇറാനെതിരെ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് തിരിയുന്നതായിരുന്നു. ട്രംപിനെയും ഇസ്രായേലിനെയും നിസ്സഹായമാക്കി അറബ് രാജ്യങ്ങൾ ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണമുള്ള, UAE ഏറ്റമാറോന്ന് അറിയില്ല കേട്ടോ, ബാക്കിയൊക്കെ പറ്റില്ല. ഇറാനെതിരെ അമേരിക്ക, അത് ഇസ്രായേലാണ്. അതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗ്യാസ് അല്ല പ്രശ്നം, നമ്മുടെ അടുക്കള, ബത്തേരിയിലെ മാർക്കറ്റ്, കേരളത്തിന്റെ സജീവത, മതരാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള സാമ്പത്തിക വിനിമയ വിന്യാസങ്ങളുടെ അടിസ്ഥാനം ഗൾഫിലെ പണമാണ്. സുഹൃത്തുക്കളെ, കരളുരുകി പ്രാർത്ഥിക്കുക, മിഡിൽ ഈസ്റ്റ് ശാന്തമാകട്ടെ. ചരിത്രത്തിലെ വലിയ ശക്തികളെന്നിനോട് ജാലൂത്തിനോട് ഏറ്റുമുട്ടുന്ന ഇറാനിനും ഫലസ്തീനും വിജയിക്കാനുള്ള തൗഫീഖ് നൽകാൻ ആത്മാർത്ഥമായിട്ട് അന്തമ്മാടിയാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്താനാണ് ഇസ്രായേൽ. അതിനോട് വിധേയത്വമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും മതേതര വ്യത്യാസമില്ലാതെ കാണാനും അതിന് പിന്തുണ നൽകാനുമുള്ള ധൈര്യം കാണിച്ചുകൊണ്ട് അല്ലാഹുവേ, മനുഷ്യലോകത്തിന് സമാധാനം പകരുന്ന, സുരക്ഷിതത്വം പകരുന്ന, ഒരാട്ടിൻകുട്ടിക്കും പെൺകുട്ടിക്കും എഫ്സ്റ്റീനിനെ ഭയപ്പെടേണ്ടതില്ലാത്ത വണ്ണം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ലോക വ്യവസ്ഥ ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, കരുണാവാരിധി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിനോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ലോകത്തെ മനുഷ്യരെ മുഴുവൻ നന്മകളിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും കഴിവും നൽകി മുസ്ലിം ഉമ്മത്തിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ വ്യക്തികളാണ്, ദൗർബല്യങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, വീഴ്ചകളും പതർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പൊറുക്കണേ റബ്ബേ, കരുണ കാണിക്കണേ റബ്ബേ. കഴിഞ്ഞ 29 ദിവസങ്ങൾ കഴിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ റുകൂകൾ, ഞങ്ങളുടെ സുജൂദുകൾ, ഞങ്ങളുടെ ഖിയാബുകൾ, ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ തൗബകൾ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറുകൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്തതൊക്കെ തന്നെയും കരുണാവാരിധിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആഴത്തിൽ നാളെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് സയനിസത്തിനെതിരെ, സയനിസ്റ്റ് ക്രൈസ്തവത, സയനിസ്റ്റ് ഹൈന്ദവത, സയനിസ്റ്റ് മുസ്ലിം സമുദായം, സയനിസ്റ്റ് യഹൂദിസം, അതിനെ നീ തകർക്കണേ റഹ്മാനെ. ലോകത്തെ മനുഷ്യർക്കെതിരെ അണിനിരക്കുന്ന പെൺകുട്ടിയുടെ ചാരിത്രം മുതൽ രാഷ്ട്രങ്ങളുടെ പരമോന്നത നേതാവിനെയും മനുഷ്യരെയും അടക്കം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന സയനിസത്തെ, അതിന് ചൂട്ടുപിടിക്കുന്നവരെ,
അള്ളാഹുവേ നീ തകർക്കണേ റഹ്മാനെ. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സംഘപരിവാരം പെട്രോളിൽ മാത്രമല്ല മനുഷ്യന്റെ ജീവനിലടക്കം കൈവച്ചിട്ടുള്ള ഈ സംഘത്തിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്ത് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്തു നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഇണകളുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്. കണ്ണിന് കുളിർമയും കാഴ്ചയിൽ ലീഡർമാരുമായി, നന്മകളുടെ ക്യാപ്റ്റന്മാരും അമീറമാരും ലീഡർമാരുമായി ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞങ്ങളുടെ ഉപ്പമാർ രോഗങ്ങളിൽ, വാർദ്ധക്യങ്ങളിൽ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ വാർദ്ധക്യമുള്ളവർ, അള്ളാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അവർക്ക് നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അവർക്ക് നീ റാഹത്ത് നൽകണേ തമ്പുരാനെ. നമുക്കറിയാവുന്ന പലരും രോഗത്തിനടിപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളിലാണ് അവർ. പെരുന്നാളില്ല, നോമ്പില്ല, തോബില്ല, ഇസ്തിഗ്ഫാറില്ല. വളരെ വലിയ ശാരീരിക വിഷമതകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ശമനം നൽകി, ശിഫ നൽകി, റാഹത്ത് നൽകി, സലാമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമദാനിന്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ നമ്മുടെയൊക്കെ കൂട്ടങ്ങളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം സൊഫിലുണ്ടായിരുന്ന, പള്ളിയിലുണ്ടായിരുന്ന, കച്ചവടത്തിലുണ്ടായിരുന്ന, മതത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്, ബർസഖിലാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ്. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ആ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഇടകളുണ്ട് ആ കൂട്ടത്തിൽ, ഞങ്ങളുടെ മക്കളുണ്ട് ആ കൂട്ടത്തിൽ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലരുമുണ്ട്. കരുണാവാരിധിയെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ സ്വീകരിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഒരൊറ്റ ആഗ്രഹം, വളരെ ഗൗരവതരമായ ആഗ്രഹം, അല്ലാഹുവേ നിന്നെ കാണണം. നാളെ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇബ്രാഹിം, മൂസ, ഈസ, നോഹ്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി, ഹംസ, ചരിത്രത്തിൽ അല്ലാഹുവേ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന, നിനക്ക് വേണ്ടി മാത്രം എഴുന്നേറ്റ് നിന്ന ആ മഹാവ്യക്തിത്വങ്ങളുടെ കൂടെ ആയിഷയും ഫാത്തിമയും ആസിയയും മറിയമും ഒക്കെ അടിനിരക്കുന്ന ഉമ്മമാരും സഹോദരിമാരും ഒക്കെ നേതൃത്വം നൽകുന്ന ആ മഹാസ്വർഗത്തിൽ ഒരുമിച്ച് ഓടാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. اللهم أعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر المجاهدين المسلمين في كل مكان. اللهم انصر المجاهدين المسلمين في كل مكان. اللهم انصرهم على القوم الصهيون المحتلين الملعونين. ശപിക്കപ്പെട്ടവരും നാശകാരികളുമായ സൈനിസത്തിൽ നിന്ന് അല്ലാഹുവേ നീ ലോകത്തെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അൻസുർനാ അലൽ ഖൗമിൽ ഫാശിയീൻ. ഫാസിസ്റ്റുകൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അക്രമികളാണവർ, കപടന്മാരാണവർ, ഈ രാജ്യത്ത് നാശം വിതക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ. അല്ലാഹുമ്മ അൻസുർനാ, നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അലൽ ഖൗമിൽ ഫാശിയീൻ. ഫാസിസ്റ്റ് സംഘങ്ങൾക്കെതിരെ കാപട്യവും കള്ളത്തരവും അക്രമവുമായി, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും തേരോട്ടങ്ങളുമായി ഞങ്ങളെ നിന്ദിക്കുന്ന, ഞങ്ങളെ നിസ്സഹായവൽക്കരിക്കുന്ന, മനുഷ്യനെ കൊഞ്ഞനം കുത്തുന്ന എല്ലാവരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വസിയാമനാ വഖിയാമനാ വഖുഊദനാ വസുജൂദനാ വറുകൂഅനാ വതിലാവതനാ വഅമാലി സാലിഹാതിനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد.